നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ രോഗത്തെക്കുറിച്ചും ഇത് വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്നതിനെക്കുറിച്ചും പറഞ്ഞു തരുന്നതിനായി TSലെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്ന ഡോക്ടർ ആയിഷ അമൽ കടമ്പോട്ട് TS ഇൻഫോ ചാനലിലൂടെ നമ്മോടൊപ്പം ചേരുകയാണ്. മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. TS ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് രോഗബാധ തിരിച്ചറിയുന്നത്, എങ്ങനെയാണ് ഇത് സ്ഥിരീകരിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് A എന്ന ഈ രോഗം പ്രധാനമായിട്ടും വ്യക്തിശുചിത്വം ഇല്ലായ്മ കൊണ്ടാണ് പരക്കുന്നത്. പ്രത്യേകിച്ചും ഇത് രോഗലക്ഷണം വഴിയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. മഞ്ഞപ്പിത്തം പേര് പോലെ തന്നെ മൂത്രത്തിൽ കടുത്ത മഞ്ഞനിറം, കണ്ണിൽ നഖത്തിലൊക്കെ കടുത്ത മഞ്ഞനിറം വരിക, അതുപോലെ തന്നെ പനി, വിശപ്പില്ലായ്മ, കടുത്ത ക്ഷീണം, വയറുവേദന എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് അയക്കും. ആ ബ്ലഡ് ടെസ്റ്റ് വഴി നമ്മൾ ഈ രോഗം സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു വ്യക്തിയിൽ ഏതെല്ലാം രോഗലക്ഷണങ്ങളാണ് കാണാൻ സാധിക്കുക? നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് കടുത്ത ക്ഷീണമായിട്ട് വരുന്ന പേഷ്യൻസിനെയാണ്. അത് കഴിഞ്ഞ് പനി, വയറിളക്കം, വയറുവേദന, ഛർദി, ഓക്കാനം, ഇതുകൂടാതെ വിശപ്പില്ലായ്മ, ഇത് കഴിഞ്ഞിട്ടാണ് ഈ കടുത്ത നിറത്തിലുള്ള മൂത്രം, നഖം, കണ്ണിന് നല്ല മഞ്ഞ നിറം വരിക, ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുന്നത്. ചില രോഗികളാണെങ്കിൽ ലക്ഷണങ്ങൾ ഇല്ലാതെയും വരും. സാധാരണ കുട്ടികളിൽ 5 വയസ്സ് തൊട്ടും 6 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ലക്ഷണങ്ങൾ നമ്മൾ അങ്ങനെ കാണാറില്ല. പക്ഷേ നമ്മൾ ആ ഒരു സമ്പർക്ക ഏരിയയിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് അയക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞപ്പിത്തം ബാക്ടീരിയ വരുത്തുന്ന രോഗമാണോ അതോ വൈറസ് വരുത്തുന്ന രോഗം? അതൊരു വൈറസ് പരത്തുന്ന രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് A എന്ന് പറയുന്ന വൈറസാണ് ഈ ഹെപ്പറ്റൈറ്റിസ് രോഗം പരത്തുന്നത്. മഞ്ഞപ്പിത്തം ഒരാൾക്ക് പിടിപെട്ടാൽ എത്ര ദിവസത്തിനുള്ളിൽ അത് സ്ഥിരീകരിക്കാൻ കഴിയും? സാധാരണ രീതിയിൽ ഒരാളുടെ ശരീരത്തിലോട്ട് ഒരു രോഗിയിൽ നിന്നും ആ വൈറസ് പകരുകയാണെങ്കിൽ ഒരു 2 ആഴ്ച മുതൽ 6 ആഴ്ച വരെയാണ് രോഗലക്ഷണം കാണിക്കുക. അതിനെ നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് പറയുക. അപ്പോൾ 2 ആഴ്ചക്കുള്ളിലൊക്കെ സാധാരണ രീതിയിൽ കാണാറുണ്ട് രോഗലക്ഷണങ്ങൾ. ഏതൊക്കെ വഴിയിലൂടെയാണ് മഞ്ഞപ്പിത്തം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യക്തിശുചിത്വമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഇതിന് ഫീക്കോ ഓറൽ റൂട്ട് എന്ന് പറയുന്നത് വെച്ചാൽ രോഗിയുടെ മലം കലർന്ന വെള്ളമോ ഭക്ഷണമോ നമ്മളിൽ ആരിലെങ്കിലും എത്തുകയാണെങ്കിൽ അതുവഴിയാണ് ഈ വൈറസ് പകരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വൃത്തിഹീനമായിട്ടുള്ള വെള്ളത്തിൽ നിന്ന്, തുറന്നു വെച്ച തണുത്ത ഭക്ഷണത്തിൽ നിന്നൊക്കെയാണ് സാധാരണ രീതിയിൽ വരുന്നത്. പിന്നെ രോഗിയുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഈ രോഗം പകരാം. നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നോ കൂൾ ബാറിൽ നിന്നോ നമ്മൾ തണുത്ത വെള്ളം, സംഭാരം, ജ്യൂസുകളൊക്കെ കുടിക്കുകയാണെങ്കിൽ അവരത് തിളപ്പിച്ചതാണെന്നോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എത്ര വൃത്തിയുള്ളതാണെന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ആ സാഹചര്യങ്ങളിൽ അവിടെ ഈച്ചകളുണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ ഇത് പകരാവുന്നതാണ്. ഡോക്ടർ, എന്തുകൊണ്ടാണ് മഴക്കാലങ്ങളിൽ പ്രത്യേകമായിട്ട് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത്? ഈ ഒരു മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് മഴക്കാല രോഗം തന്നെയാണ്. കാരണം ഈ മഴക്കാല സമയത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടാവും. ആ ഒരു അന്തരീക്ഷ താപനില എന്ന് പറയുന്നത് വൈറസിന് വളരാനും അവിടെ നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വൈറസ് അവിടെ ഉണ്ടാവും, അതുകൊണ്ട് പകരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കൊതുക്, ഈച്ചയൊക്കെ ഈ മഞ്ഞപ്പിത്തം പരത്തുന്ന വാഹകരാണ്. അപ്പോൾ അതുവഴിയും മഞ്ഞപ്പിത്തം ബാക്കിയുള്ളവരിലോട്ട് എത്തുന്നതാണ്. പിന്നെ മഴ പെയ്യുന്നത് മൂലം നമ്മുടെ ജലസ്രോതസ്സുകളിലോട്ട് ഈ വെള്ളം എത്തുന്നു. അങ്ങനെ നമ്മുടെ വെള്ളം മലിനമായിപ്പെടുന്നു. ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് മഞ്ഞപ്പിത്തം ബാധിക്കുന്നത്? മഞ്ഞപ്പിത്തം പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മുടെ കരളിനെയാണ്. കരളിന് ഉണ്ടാകുന്ന നീർവീക്കമാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിലൊക്കെ മഞ്ഞ നിറം വരുന്നത്. കരളിന് എന്ത് രോഗം ബാധിച്ചാലും നമ്മുടെ ശരീരം മഞ്ഞ നിറത്തിൽ ആണ് അത് പുറത്തോട്ട് കാണിക്കുന്നത്. പിന്നെ ഇത് സീരിയസ് കണ്ടീഷനിലോട്ട് എത്തുമ്പോഴാണ് നമ്മുടെ പാങ്ക്രിയാസിനെയും പിത്തസഞ്ചി, പിത്താശയത്തിനൊക്കെ ബാധിക്കുന്നത്. മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കാൻ കഴിയുന്ന ടെസ്റ്റുകൾ ഏതെല്ലാമാണ്? ഇവ ചിലവേറിയവയാണോ? ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റുകളാണുള്ളത്. ആദ്യം നമ്മളൊരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ അവരുടെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത്. പിന്നെ അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് അയക്കും. അത് ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ്. ലിവറിലുള്ള ബിലിറൂബിൻ, SGOT, SGPT എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ട്. ഇതൊക്കെ ഹൈ ആയിരിക്കും. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ടെസ്റ്റിന് അയക്കുന്നത്. ഈ എൻസൈംസ് നോർമലി നമ്മൾ 40-ന് താഴെയാണ് നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മൾ ഈ മഞ്ഞപ്പിത്ത ബാധിതരായ രോഗികളിൽ 1000-2000 ഒക്കെ ആയിട്ട് ഉയർന്നിട്ടുണ്ടാവും. അത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണുള്ളത്. പിന്നെയുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് PT INR ടെസ്റ്റാണ്. അത് നമ്മുടെ കരളിനെ എത്രമാത്രം ഈ മഞ്ഞപ്പിത്തം
ആഘാതം ഏൽപ്പിച്ചു എന്നറിയുന്നതിനുള്ള ഒരു ടെസ്റ്റാണ്. പിന്നെയുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് IgM ആൻറ്റിബോഡി ടെസ്റ്റാണ്. എന്ന് വെച്ചാൽ ഇത് ഹെപ്പറ്റൈറ്റിസ് എ തന്നെയാണോ എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് A B C D E വരെയുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു മഞ്ഞപ്പിത്തം തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാനാണ് നമ്മൾ ഈ IgM ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. മഞ്ഞപ്പിത്തം അപകടകരമാകുന്നത് എപ്പോഴാണ്? ഇത് മരണത്തിന് കാരണമാകുന്ന രോഗമാണോ? സാധാരണ രീതിയിൽ അങ്ങനെ മരണകാരണത്തിന് സാധ്യത കുറവാണ്. പക്ഷേ ഇപ്പോൾ കൂടുതലായും കണ്ടുവരുന്നുണ്ട്. ചില കേസുകളിൽ ഇത് നമ്മൾ കണ്ടുപിടിക്കപ്പെടാതെ പോകാറുണ്ട്, രോഗലക്ഷണങ്ങൾ കാണാതെ. പിന്നെ അസുഖം വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ ബെഡ് റെസ്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ധാരാളം വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് അസുഖങ്ങളിലോട്ട് പോകുന്നത്. ഡോക്ടർ, എന്താണ് ബിലിറൂബിൻ? ബിലിറൂബിൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ ചുവന്ന രക്താണുക്കളുണ്ടല്ലോ, ഈ ചുവന്ന രക്താണുക്കൾ വിഘടിച്ചിട്ടുണ്ടാവുന്ന ഒരു സബ്സ്റ്റൻസാണ് ബിലിറൂബിൻ. ഇതൊരു യെല്ലോയിഷ് ഓറഞ്ച് കളറാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ കരളിൽ പോയിട്ട് പിന്നെ കുടൽ വഴി പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ. ചെറിയ കുട്ടികളിൽ മഞ്ഞപ്പിത്തം ഉണ്ടാകാൻ കാരണം എന്താണ്? ഇവർക്ക് എപ്പോഴാണ് ചികിത്സ വേണ്ടി വരുന്നത്? നമ്മൾ ഈ നവജാത ശിശുക്കളിൽ മഞ്ഞപ്പിത്തം കാണാറുണ്ട്, മഞ്ഞയുണ്ടെന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. എന്ന് വെച്ചാൽ അവരുടെ രക്തത്തിൽ ചുവന്ന രക്താണുക്കൾ വിഘടിക്കുന്നത് വളരെ സ്പീഡായിട്ട് മാറും, വളരെ വേഗതയിൽ വിഘടിക്കും. അപ്പോൾ അവർ ചെറിയ മക്കളാണല്ലോ, അപ്പോൾ അവരുടെ കരൾ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വിഘടിച്ച ബിലിറൂബിൻ എല്ലാം കൂടി ഇവർക്ക് ലോഡായിട്ട് ഈ കരളിന് ഈ പ്രവർത്തനം സ്പീഡാക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ സ്ലോവിലെ ലിവർ ഇതെല്ലാം ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ബിലിറൂബിൻ മാത്രം പുറന്തള്ളപ്പെടുകയും ബാക്കി നമ്മുടെ കുട്ടിയുടെ രക്തത്തിൽ കലർന്ന് കുട്ടിക്ക് മഞ്ഞയായിട്ട് കാണുക ചെയ്യുന്നത്. ഇത് നമുക്ക് കുട്ടിയെ കാണുമ്പോൾ തന്നെ കാലിനടിയിലും കൈപ്പത്തിയിലൊക്കെ മഞ്ഞയുണ്ടെങ്കിൽ നമുക്കിത് സീരിയസ് കണ്ടീഷനാണെന്ന് കണ്ടുപിടിക്കാം. അതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോട്ടോതെറാപ്പി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു നിശ്ചിത ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വേവ്സിൻ്റെ താഴെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ വെക്കുന്നതാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു രോഗി ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണക്രമം പാലിക്കേണ്ടതുണ്ടോ? ഭക്ഷണക്രമം എന്ന് പറയുന്നത് ധാരാളമായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. പിന്നെ ഛർദി, വയറിളക്കം ഒക്കെ ഉള്ള രോഗികളാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ കരിക്കും വെള്ളം, കഞ്ഞിവെള്ളമൊക്കെ നല്ലോണം കുടിക്കുക. പക്ഷേ ഈ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ കരളിന് ലോഡ് കൊടുക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ഭക്ഷണമല്ലാതെ പാരസിറ്റമോൾ പോലെയുള്ള ഈ കരളിനെ പ്രതികൂലമായി ബാധിക്കുന്ന മരുന്നുകളുണ്ട്, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാര്യമായിട്ട് ചെയ്യേണ്ടത് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പഴങ്ങളും പച്ചക്കറികളും നല്ലവണ്ണം കഴിക്കുക. നേരിട്ടുള്ള സംസാരത്തിലൂടെയും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും മഞ്ഞപ്പിത്തം മറ്റൊരാൾക്ക് പകരുമോ? പകരും. ഇതൊരു വായു വഴി പകരുന്ന രോഗമല്ല, പക്ഷേ നമ്മുടെ ഒരു ശരീരദ്രവങ്ങൾ വഴി പകരാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊരാൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിൽ നമ്മൾ അയാൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ അയാൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലവണ്ണം സോപ്പിട്ട് കഴുകി മാത്രം ഉപയോഗിക്കുക. ഇങ്ങനെ പകരാനുള്ള സാധ്യതയുണ്ട്. മഞ്ഞപ്പിത്തം ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കാൻ പറ്റും? ആദ്യം തന്നെ ചെയ്യുന്നത് വ്യക്തി ശുചിത്വം ഉറപ്പാക്കുക. എന്നുവെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. ആ വെള്ളം എന്ന് പറയുന്നത് 3 മിനിറ്റെങ്കിലും തിളപ്പിച്ച വെള്ളമായിരിക്കണം. ആ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക. എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം തുറന്ന് വെക്കാതിരിക്കുക, ചൂടോടുകൂടി കഴിക്കുക. പിന്നെ എപ്പോഴും അടച്ചു വെക്കുക. എന്ന് വെച്ചാൽ ഈച്ചകൾ വഴിയൊക്കെ ഈ അസുഖം പകരാവുന്നതാണ്. പിന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കുക. പിന്നെ ഇതിന് പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്, അതൊക്കെ എടുക്കുക. പിന്നെ നമ്മൾ നഖങ്ങൾ വെട്ടുക, വ്യക്തി ശുചിത്വം പാലിക്കുക, ഇതൊക്കെ തന്നെയാണ്. ചികിത്സക്ക് ശേഷം രോഗത്തിൽ നിന്ന് രോഗി പൂർണ്ണമായി വിമുക്തി നേടിയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ആഴ്ച വെച്ചിട്ട് നമ്മൾ ആ ടെസ്റ്റുകൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ടെസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഉണ്ടല്ലോ, അതിൽ ഈ എൻസൈംസിൻ്റെ ഒക്കെ വാല്യൂ പതിയെ കുറയാൻ തുടങ്ങും. ഒരു മാസം കൊണ്ട് തന്നെ സാധാരണ രീതിയിൽ പേഷ്യൻ്റ് പൂർണ്ണസ്ഥിതിയിലാവാറുണ്ട്. കുറച്ചുകൂടി സിവിയർ ആണെങ്കിൽ 3 മാസം 6 മാസം വരെയൊക്കെ പേഷ്യൻസ് ആ കണ്ടീഷനിൽ നിൽക്കാറുണ്ട്. ഡോക്ടറുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് നമുക്കൊപ്പം ചിലവഴിച്ചതിന് സ്കൂളിൻ്റെ പേരിലും TS ഇൻഫോ ക്ലബിൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി. താങ്ക് യു.